ലോകത്തെ തന്നെ ഏറ്റവും പൊലിമയേറിയ പുതുവത്സരാഘോഷം. അതിനുവേണ്ടിയാണ് പിന്നിട്ട 6 മാസക്കാലമായി ബുർജ് ഖലീഫ ഒരുങ്ങിയത്. ഇവിടെയും പരിസരത്തുമായി വെടിക്കെട്ടും ലേസർ ഷോയും കാണാൻ 15 ലക്ഷത്തോളം പേർ തടിച്ചുകൂടിയിരുന്നു. വൈകിട്ട് 3 മുതൽ തന്നെ സന്ദർശക പ്രവാഹം ആരംഭിച്ചതാണ്. രാത്രി 9:30യോടെയാണ് 63 നിലയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് അപ്രതീക്ഷിതമായി തീ ഉയർന്നത്. നോക്കി നിൽക്കെ തീനാളങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കുകയായിരുന്നു. ഇത് ആയിരങ്ങളിൽ പരിഭ്രാന്തി പടർത്തിയത് സ്വാഭാവികം. എന്നാൽ പോലീസിന്റെയും സിവിൽ ഡിഫൻസിന്റെയും സമയോചിതമായ ഇടപെടലാണ് പിന്നീട് ജനം കണ്ടത്. വലിയ പരിഭ്രാന്തിയൊന്നും സൃഷ്ടിക്കാതെ ഹോട്ടലിൽ നിന്നും പരിസരത്തു നിന്നും ആളുകളെ മാറ്റാനായിരുന്നു ആദ്യ നീക്കം. കുറെ കൂടി സുരക്ഷിതമായ ദുബൈ മാളിലേക്കാണ് കൂടുതൽ പേരെയും നീക്കിയത്. തീയണയ്ക്കാനുള്ള ഊർജിത നടപടികൾ മറ്റൊരു വിഭാഗവും ഏറ്റെടുത്തു. ഹോട്ടലിൽ നിന്നുള്ള VIP-കൾ ഉൾപ്പെട്ട താമസക്കാരെ സമീപത്തെ മറ്റിടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങളിൽ പോലീസ് ഹെലികോപ്റ്ററുകളും പ്രയോജനപ്പെടുത്തി. ആൾക്കൂട്ടം കാരണം റോഡുകൾ തടസ്സപ്പെട്ടത് അഗ്നിശമന യൂണിറ്റുകളുടെ സഞ്ചാരത്തിന് വിഘാതം സൃഷ്ടിച്ചെങ്കിലും ബദൽ മാർഗങ്ങൾ തുറന്നാണ് പ്രതിസന്ധി ദുബൈ പോലീസ് മറികടന്നത്. പുതുവർഷത്തെ വരവേൽക്കാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ ഒട്ടും നിരാശപ്പെടുത്താതെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം തന്നെ ആഘോഷ പരിപാടികളും പൂർത്തീകരിക്കുകയായിരുന്നു ദുബൈ അധികൃതർ. പ്രതികൂലതകൾക്കിടയിലും അസാമാന്യമായ ഇച്ഛാശക്തിയോടെ പിടിച്ചു നിൽക്കാനുള്ള ദുബൈയുടെ കരുത്തിന്റെ പ്രതീകാത്മക വിളംബരം കൂടിയായി മാറുകയായിരുന്നു പുതുവർഷരാവും. ക്യാമറ പേഴ്സൺ ഫഹീം വളാഞ്ചേരിക്കൊപ്പം MC നാസർ, മീഡിയ 1, ദുബൈ.